നമസ്കാരം. നല്ല ചിന്തകൾ, നാനാദിശകൾ നമ്മളിലേക്ക് പ്രവേശിക്കട്ടെ. ഋഗ്വേദ വചനമാണിത്. ഒരൊറ്റ മതമുണ്ടുലകിനുയരാം, സ്നേഹമതം നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം എന്ന് ഉള്ളൂർ പറഞ്ഞ വരികളുടെ അർത്ഥത്തിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻസ് ഈ കാലഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. സ്നേഹമേ അഖിലസാരമൊഴുകി ലോകമേ തറവാടു തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് പറഞ്ഞ ആശയത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കേണ്ട ഒരു കാലത്തിൻ്റെ അനിവാര്യതയാണ് നാം എല്ലാം ജീവിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് ആദരണീയനായ തങ്ങളദ്ദേഹം കേരളത്തിലും ഇന്ത്യയിലാകമാനം സ്നേഹ സന്ദേശയാത്ര നടത്തി. ജാതി മത വർഗഭേദമെന്ന് എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന ഗുരുദേവ സിദ്ധാന്തം, ഒരു ജാതി ഒരു ദൈവം ഒരു മതം, മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സിദ്ധാന്തവുമായി മുമ്പോട്ട് വരുന്നത്. ഇതിനെ ലോകമെമ്പാടും ഉള്ള ജനത വരവേൽക്കുന്നു. നാം എല്ലാവരും കൂടി നമ്മുടെ ചിന്തയിൽ, ബേസിക്കലി മാനേജ്മെൻറ്റിൽ നമ്മൾ പറയുന്നത് നമ്മളുടെ ചിന്തയാണ് നമ്മളെ കൊണ്ടുപോകുന്ന അടിസ്ഥാന ഘടകം. നമ്മുടെ ചിന്തയിലുണ്ടാക്കുന്ന യുവർ തിങ്കിങ് മേക്ക് ഇറ്റ് സോ, നമ്മളെ ചിന്തയിലുണ്ടാക്കേണ്ട മാറ്റമാണ് അനിവാര്യം. ഞാൻ 2 or 3 പബ്ലിക് സെക്ടറിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടിരിക്കുന്ന കാലത്ത് ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം ഇൻഡസ്ട്രീസ് മന്ത്രിയായിരുന്നു. അന്ന് രാമനും മുഹമ്മദും മുസ്തഫയും കൂടിയുള്ള യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ മുസ്തഫ പറയുമ്പോൾ രാമൻ പറയുന്ന കാര്യമാണ് ശരിയെങ്കിൽ രാമനാണ് ശരി എന്ന് പറയുന്ന ഒരു ചിന്ത അദ്ദേഹത്തിന് പണ്ടേ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ ഗ്ലോബലി പല സ്ഥാപനങ്ങളിൽ CEO ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ നമ്മളുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇപ്പോൾ BEML എന്ന ഒരു ഇൻഡസ്ട്രിയൽ ചെയിനിൻ്റെ പബ്ലിക് സെക്ടറിൻ്റെ അഡ്വൈസർ കൂടിയാണ്. ഞാൻ കണ്ട ലോകത്തിലെ ഏറ്റവും നല്ല CEOമാരിൽ വിദ്യാഭ്യാസ വകുപ്പിനെ വ്യവസായ വകുപ്പിനെ, ഇൻഡസ്ട്രീസ് വകുപ്പിനെ ട്യൂൺ ചെയ്തു കൊണ്ടുപോയ ഏറ്റവും വലിയൊരു CEO കൂടിയാണ് ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹം ആ ഇൻഡസ്ട്രി നടക്കുമ്പോൾ ഞാൻ കണ്ടതിലുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്. പിന്നെ പാലക്കാടുകാരനായ ഞാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾജിയെ കാണാനായി വർഷങ്ങൾക്ക് മുമ്പൂടെ എത്തുന്നത് തന്നെ എൻ്റെയും അദ്ദേഹത്തിൻ്റെയും സിരകളിൽ ഓടുന്ന ചോരയുടെ നിറം ചുവപ്പാണ്. ഞാൻ രാമനും അദ്ദേഹം തങ്ങളും കൊള്ളട്ടെ, ഞങ്ങളുടെ ചിന്താശക്തി ഈ ലോകമേ തറവാടെന്ന് നമ്മളെ നയിക്കുന്ന നമ്മളുടെ ചിന്ത ഒന്നാകട്ടെ, നമ്മളുടെ ചിന്തയിലൂടെ ആകട്ടെ നമ്മളുടെ പ്രവർത്തനങ്ങൾ നന്നാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വസ്തിപ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹിഷ ഗോബ്രാഹ്മണെ വിശ്വമസുറ്റം ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ ലോകം നന്നായിരിക്കണമെങ്കിൽ നമ്മളുടെ രാജാവ് നന്നാവണം. നമ്മുടെ രാജാവ് നന്നായാൽ മാത്രമേ അതിവൃഷ്ടം ഇല്ലാതെ സമയങ്ങളിൽ മഴ വരികയുള്ളൂ, സമയത്തിൽ കാറ്റുണ്ടാവുകയുള്ളൂ, സമയാസമയങ്ങളിൽ നമ്മളുടെ പ്രകൃതിയുടെ നിയമങ്ങൾ പാലിക്കുകയുള്ളൂ. അതിനായി നമ്മുടെ രാജാക്കന്മാർ നന്നാവട്ടെ, അതോടൊപ്പം ഈ ലോകം നന്നാവട്ടെ. ഈ സ്നേഹയാത്ര വീണ്ടും ഉണ്ടായി ലോകത്തെ മുഴുവൻ ഒരു കിടക്കീഴിൽ കൊണ്ടുവരാൻ തങ്ങൾജിക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്.